ആഗോള കത്തോലിക്ക സഭ ആഗോള ബൈബിൾ ഞായർ ആചരണത്തിനൊരുങ്ങുമ്പോൾ 100 മണിക്കൂർ നീളുന്ന ബൈബിൾ മാരത്തോണിന് തുടക്കം കുറിച്ച് അമേരിക്കൻ സംസ്ഥാനമായ ലൂസിയാനയിലെ ലാഫേറ്റ് രൂപത. ലാഫേറ്റ് രൂപതയിലെ പ്രാർത്ഥനാ കൂട്ടായ്മയായ ദ കമ്മ്യൂണിറ്റി ഓഫ് ജീസസ് ക്രൂസിഫൈഡ് വർഷം തോറും സംഘടിപ്പിക്കുന്ന ബൈബിൾ മാരത്തോണിനെ ഇത്തവണ സവിശേഷമാക്കുന്നത് ഫ്രയർ ട്രക്ക് എന്ന പേരിൽ വചനപീഠം ഒരുക്കിയ ഒരു വിന്റേജ് ട്രക്കിന്റെ സാന്നിധ്യമാണ്. അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഫയർ ട്രക്കിന് രൂപമാറ്റം വരുത്തിയാണ് ഫ്രയർ ട്രക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ട്രക്കിൽ കോവണി ഇരുന്നിരുന്ന ഭാഗത്താണ് യൂറോപ്പിൽ നിന്ന് വാങ്ങിയ പുൾപിറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. അവിടെ കയറി നിന്നാകും 100 മണിക്കൂർ തുടർച്ചയായ വചനപാരായണം നടത്തുക. തട്ടേക്കാട് പക്ഷിസങ്കേതം, പമ്പാവാലി, ഏഞ്ചൽ വാലി എന്നീ പ്രദേശങ്ങളെ വന്യജീവി സങ്കേതങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോതമംഗലം രൂപത പ്രതിനിധികളായ ഫാദർ ജോസ് കൊളത്തൂർ, ഫാദർ ആന്റണി മാളിയക്കൽ, യാക്കോബായ സഭാ പ്രതിനിധി ഫാദർ ബെൻ, വിവിധ പാർട്ടികളുടെ പ്രാദേശിക നേതാക്കന്മാർ, കിഫ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സിജുമൻ ഫ്രാൻസിസ്, കിഫ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. തട്ടേക്കാട്, പമ്പാവാലി, ഏഞ്ചൽ വാലി ജനവാസ മേഖലകളെ വന്യജീവി സങ്കേതങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന കോതമംഗലം രൂപത നേതൃത്വത്തിന്റെ ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിച്ചു. CCBIയുടെ 34ാമത് പ്ലീനറി അസംബ്ലി ജനുവരി 24 മുതൽ 30 വരെ ബാംഗ്ലൂർ സെന്റ് ജോൺസ് നാഷണൽ അക്കാദമി ഹെൽത്ത് സയൻസിൽ നടത്തപ്പെടും. ക്രിസ്തുവിനെ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ സിനഡാലിറ്റിയോടെ അവതരിപ്പിക്കുക എന്നതാണ് അസംബ്ലിയുടെ മുഖ്യ വിഷയം. തൃശൂർ ചിയാരം വിജയമാതാ ദേവാലയത്തിൽ നടക്കുന്ന KCYM കേരള യൂത്ത് കോൺഫറൻസിന്റെ 2ാം ദിനത്തിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സഹായമെത്രാനും KCBC യൂത്ത് കമ്മീഷൻ ചെയർമാനുമായ റവറൻഡ് ഡോക്ടർ ക്രിസ്തുദാസ് സംബന്ധിച്ചു. കേരളത്തിലെ 32 രൂപതകളിലെ KCYM ആനിമേറ്റർമാരും രൂപതാ പ്രതിനിധികളും KYCയിൽ പങ്കെടുക്കുന്നുണ്ട്. KLCA സംസ്ഥാന സമിതിക്ക് പുതിയ നേതൃത്വം. അഡ്വക്കേറ്റ് ഷെറി ജെ തോമസിനെ പുതിയ പ്രസിഡന്റായും ബിജു ജോസി കരുമാഞ്ചേരിയെ ജനറൽ സെക്രട്ടറിയായും രതീഷ് ആന്റണിയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ഇവരെ കൂടാതെ 8 വൈസ് പ്രസിഡന്റുമാരെയും 6 സെക്രട്ടറിമാരെയും KLCA തെരഞ്ഞെടുത്തു. 56ാമത് ക്രൈസ്തവ ഐക്യ പ്രാർത്ഥനാ വാരത്തിന് ആരംഭമായി. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ 17-ാം വാക്യത്തിൽ നിന്ന് അടർത്തിയെടുത്ത നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവാൻ, നീതി അന്വേഷിക്കുവാൻ എന്ന വാക്യമാണ് ജനുവരി 18 മുതൽ 25 വരെ നീളുന്ന ക്രൈസ്തവ ഐക്യ പ്രാർത്ഥനാ വാരത്തിന്റെ ഇക്കൊല്ലത്തെ വിചിന്തന പ്രമേയം.